ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് രാവിലെ ഇടിയപ്പം ബാലൻസ് വന്നു കഴിഞ്ഞാൽ വിഷമിക്കേണ്ട. നമ്മൾ കുട്ടികൾ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ നമുക്ക് പുതിയൊരു റെസിപ്പി ഉണ്ടാക്കി അവരുടെ മുന്നിലേക്ക് എത്തിക്കാം. അതിനായിട്ട് രാവിലെ ബാലൻസ് വന്ന ഇടിയപ്പം, 2 മുട്ട, ക്യാരറ്റ്, വലിയ ഉള്ളി ഇത്രയും ആവശ്യമായിട്ട് മതി കേട്ടോ. എന്നിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ വലിയ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ക്യാരറ്റ് അതും ചോപ്പ് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ക്യാബേജോ ക്യാപ്സിക്കോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇത്രയേ ചേർത്തുള്ളൂ, ഒരുപാട് അലങ്കാരമായി പോയി കുട്ടികൾ കഴിക്കില്ല. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല, അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ആ പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്കതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ട നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പം ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തോരൻ പരുവത്തിൽ എടുക്കുക കേട്ടോ. മിക്ക കുട്ടികളും വെജിറ്റബിൾസ് കഴിക്കില്ല, എൻ്റെ കുട്ടികളും കഴിക്കില്ല കേട്ടോ. അതേസമയം ബർഗർ, നൂഡിൽസ്, മാഗി ഇതിലെയൊക്കെ വെജിറ്റബിൾസ് കഴിച്ചോളൂ. അപ്പോൾ അതിൽ വെജിറ്റബിൾ അവർ കാണുന്നില്ലായിരിക്കും, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ബാലൻസ് വന്ന ആ ഇടിയപ്പം ഇല്ലേ, അത് ചെറുതായിട്ടൊന്ന് നുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം പുതിയൊരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ വരുമ്പോൾ രാവിലത്തെ ഇടിയപ്പം അല്ല, പുതിയൊരു റെസിപ്പി ആക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കുകയും ചെയ്യും, പരാതിയില്ല. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നതായിരിക്കും, ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.